നമ്മുടെ ഭാരതീയ സംസ്കാരം വളരെ ശാസ്ത്രീയമായൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സംസ്കാരമാണ്. എന്താ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇറ്റ് ഈസ് വെരി സബ്ജക്റ്റീവ്, ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. നമ്മൾ ജീവിതവുമായി അത്ര ബന്ധപ്പെട്ടതാണ്. അതായത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പലർക്കും. അതായത് നമ്മൾ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ, ദൈനംദിന ജീവിതം തന്നെ, ഈ ജീവിതത്തെ എങ്ങനെയൊക്കെ സുന്ദരമാക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ മംഗളമാക്കാം, ഇതാണ് നമ്മുടെ ഋഷിമാർ ചിന്തിച്ചത്. സ്വന്തം ജീവിതത്തെ ധന്യമാക്കാൻ, മംഗളമാക്കാനുള്ള വഴികളാണ് നമ്മുടെ ഋഷിമാർ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ എവിടെയോ നമുക്കൊരു വീഴ്ച പറ്റിയപ്പോൾ എന്തായി, നമ്മൾ ആത്മീയതയും ജീവിതവും തമ്മിൽ വേർപ്പെടുത്തി, ഭൗതികതയും വേർപ്പെടുത്തി. പലപ്പോഴും നമ്മളുണ്ടല്ലോ, ദൈവവും അതേപോലെ നമ്മുടെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അതായത് നിങ്ങളൊരു അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ വിചാരം അവിടെ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ആ ദൈവം നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കുന്ന. ഇപ്പം നന്നാക്കിയെടുക്കേണ്ട ജോലി എനിക്കല്ല, ആർക്കാണ്? ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കണം. ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കണം. ആളുകൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വിളിച്ച് പറയില്ലേ, എന്ത് നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു കല്ലും മുള്ളും സ്വാമിക്ക് എന്ന്. ഇതൊക്കെ സ്വാമിക്ക് ഇരിക്കാന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? കേട്ടക്കട്ടെ, സ്വാമിക്ക് എല്ലാം സ്വാമി ചെയ്തോളൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ 3 നേരം വിഴുങ്ങി എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ജീവിച്ച്, അപ്പം എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ജീവിക്കുകയും വേണം. എന്നാൽ പ്രശ്നങ്ങളൊന്നും വരാനും പാടില്ല. ഇതെന്ത് ജീവിതമാണിത്? അങ്ങനെയുണ്ടോ ഒരു ജീവിതം? അങ്ങനെ ആർക്കെങ്കിലും ജീവിതം വരുത്താൻ പറ്റുമോ? അപ്പം നമ്മളുണ്ടല്ലോ, അതിനൊരു എന്താ പറയുക, അതിനെ അങ്ങോട്ട് ബന്ധിപ്പിക്കുന്നില്ല, ജീവിതവുമായി ആത്മീയതയെ കണക്ട് ചെയ്യുന്നില്ല. പണ്ടൊരു ക്ലാസ്സിൽ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു കുട്ടികളെ. അപ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷും മലയാളം പറഞ്ഞു കൊടുക്കില്ലേ? കാറ്റ് പൂച്ച, റാറ്റ് എലി എന്നിങ്ങനെ പറഞ്ഞു കൊടുത്ത്, കുറേ വേർഡ്സ് പറഞ്ഞു കൊടുത്ത് ടീച്ചർ പറഞ്ഞു മൈ ഹെഡ്. കുട്ടി എഴുതി വെച്ചു ടീച്ചറുടെ തല എന്ന്. കാരണം ടീച്ചർ പറഞ്ഞു മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ തല. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? എൻ്റെ എന്നുള്ളടുത്ത് ടീച്ചറുടെ തല എന്നാക്കി. അവസാനം വീട്ടിലെത്തി കുട്ടി വായിക്കുന്നുണ്ട് റാറ്റ് കാറ്റ് എന്നൊക്കെ പറഞ്ഞ് മൈ ഹെഡ് ടീച്ചറുടെ തല. ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ പൊട്ടൻ, മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ തല എന്നാണോ? മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ തല. കുട്ടി ടീച്ചർ എന്നുള്ളത് വെട്ടി അച്ഛൻ്റെ തല എന്നാക്കി. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ തല മാത്രം നേരെയാവണില്ല, ബാക്കിയുള്ളതിലൊക്കെ ശ്രദ്ധ പോകുന്നുണ്ട്. ഇവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന, ശ്രദ്ധിക്കണേ, ആത്മീയ ഭൗതികമായ ഒരു രണ്ടും കൂടി അങ്ങോട്ട് ചേർക്കുന്ന ഒരു ജീവിതം. ഭഗവാൻ പറയുന്നത് ആത്മീയത എന്നത് ഒരു വീക്ഷണവും ദർശനവും, ഭൗതികത എന്നത് രണ്ടും തമ്മിലുള്ള ഇത് മനസ്സിലാക്കണം എന്നുള്ളത്. ഒന്ന് നമ്മുടെ വീക്ഷണമാണ്, വ്യക്തമായൊരു വീക്ഷണം. രണ്ടാമത്തത് നമ്മുടെ പ്രാക്ടീസാണ്, അഭ്യാസമാണ്. ഇത് രണ്ടും നിങ്ങൾ കണക്ട് ചെയ്യണം. അപ്പം എന്താ പറയുക, വീക്ഷണവും വേണം, അതിനനുസരിച്ചുള്ളൊരു അഭ്യാസവും വേണം. അതായത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമായി പറയുന്നത്. നിങ്ങൾ ചായപ്പൊടി കയ്യിലെടുക്കുമ്പം നിങ്ങൾക്കൊരു വീക്ഷണമുണ്ട്. വീക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണിൻ്റെ വീക്ഷണം അല്ല ഉദ്ദേശിക്കുന്നത്. എന്ത്? ഇത്ര വെള്ളത്തിലേക്ക് ഇത്ര പൊടി വേണം എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ പൊടി വെള്ളത്തിലിടുന്ന പോലെയാണ് നിങ്ങൾക്കറിയണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സുന്ദരമായി കൊണ്ടു നടക്കേണ്ടതെന്ന്. അപ്പം നമുക്ക് 3 കാര്യങ്ങൾ വേണം ജീവിതത്തിൽ. ഇത് എഴുതി വെക്കണേ, ഇതൊക്കെ നിങ്ങൾ മറക്കുമല്ലെങ്കിൽ. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും അത് നമ്മളെ മാനസികമായി അലട്ടാൻ പാടില്ല. അപ്പം അത് അലട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ദുർബലരാക്കരുത്.
അപ്പം നമുക്കതിനെ അതിവർത്തിക്കാനുള്ള ഒരു മാനസിക എന്ത് വേണം? മനോബലം വേണം, മനോധൈര്യം വേണം, മനഃശക്തി വേണം. വേണോ വേണ്ടയോ? അപ്പോൾ ഒന്ന് നമുക്കത് വേണം. രണ്ടാമത്തത്, നാം പല പ്രവൃത്തികളും ചെയ്യുന്നു. ആ പ്രവൃത്തികളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എത്രത്തോളം നിങ്ങൾക്കതിൽ ലയിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിൽ മുഴുകാൻ സാധിക്കുന്നുണ്ടോ, അതിലൂടെ കിട്ടുന്നതാണ് മാനസികമായൊരു സംതൃപ്തി. ഇപ്പോൾ പലർക്കും ചെയ്യുന്ന കാര്യത്തിൽ മനസ്സങ്ങോട്ട് അർപ്പിക്കാൻ, ലയിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജോലിയും സുഖവും വേറെയായി തീർന്നു. അതുകൊണ്ടാണ് പലരും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, ഏത് ജോലിയാവട്ടെ, ഡ്രൈവിംഗ് ജോലിയാവട്ടെ, ഓഫീസ് ജോലിയാവട്ടെ, വൈകുന്നേരമാകുമ്പോൾ സുഖം കിട്ടാൻ വേണ്ടി സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്തിയാദികേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം. അപ്പം അതിലേക്കൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ വൈകുന്നേരം സുഖം കിട്ടാൻ വേറെ ചിലതിലേക്കൊക്കെ പോകേണ്ടി വരുന്ന, ക്ലബിലേക്ക് പോകേണ്ടി വരുന്നത്, ചിലർക്കൊക്കെ, നിങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേറെ വേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ചെയ്യുന്നതിൽ തന്നെ സുഖം കണ്ടെത്താൻ സാധിച്ചാൽ പിന്നെ കള്ളു കുടിച്ച് സുഖം തേടേണ്ടി വരില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം എങ്ങനെയാണ് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തേണ്ടത്? അപ്പം രണ്ടാമത്തത്, ആദ്യത്തത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ളൊരു മനോധൈര്യം. രണ്ടാമത്തത്, ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെ സംതൃപ്തി കണ്ടെത്താം, എങ്ങനെയാണ് സംതൃപ്തി കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നമ്മൾ മറ്റുള്ളവരാൽ സ്നേഹവും ആദരവും ഉള്ളവരായിത്തീരണം. അതായത് മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കണം. വേണോ വേണ്ടയോ? നിങ്ങളെ മറ്റുള്ളവർ കൈവിടണമോ അതോ പരിഗണിക്കണമോ? അപ്പം മറ്റുള്ളവർ നമ്മളെ ആദരിക്കണം. എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ ആദരിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങളെ മരിക്കുന്നത് വരെ ആദരിക്കാൻ ആളുകളുണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ മൂന്നും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ കുറേയൊക്കെ നമ്മുടെ ജീവിതം ധന്യമാവും. എന്തൊക്കെ? മനോബലം വേണം, സംതൃപ്തി വേണം, സ്നേഹം അഥവാ ആദരവ് വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ പോരെ നിങ്ങളുടെ ജീവിതം? വേണോ വേണ്ടയോ? അതിന് പകരം മനോബലവും ഇല്ല, ഒന്നിലും ഒരു സംതൃപ്തിയും ഇല്ല, ആർക്കും വേണ്ട. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? കയറ്. അങ്ങനെയുള്ളവർക്കാണ് കയറൊക്കെ. കാരണം ഇനി അവരെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെയുള്ളവർ ചിന്തിക്കുന്നവരാണ് ട്രാക്ക്. ഇനി ആർക്ക് വേണം ജീവിതം? മനസ്സിലാവുണ്ടോ? ഇപ്പം നിങ്ങളൊന്നും അത്തരക്കാരാവരുത്. ഇപ്പം ഇവിടെ നിന്ന് നിങ്ങൾ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് വേണം പോകാൻ. എത്ര പേര് തയ്യാറാണ്? നന്നായത്. എന്താ പ്രതിജ്ഞ? ഇനി മുതൽ ഞാൻ മനോബലത്തിലും സംതൃപ്തിയിലും ആദരണീയമായൊരു ജീവിതത്തിലും ജീവിച്ചിരിക്കുന്നു. എന്താണ്? ഇനി മുതൽ ഞാൻ മനോബലത്തിലും സംതൃപ്തിയിലും ആദരണീയമായൊരു ജീവിതം ഞാൻ നയിച്ചിരിക്കും. ഇത് നിങ്ങൾ പരിശീലിച്ച് നോക്കൂ. അപ്പം ഇതൊക്കെ എങ്ങനെ കൈവരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തേതാണ് മനോബലം. ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മനോബലം കിട്ടാനുള്ള ടെക്നിക്കാണ് ഉപാസന. എന്താണ്? ധ്യാനം അഥവാ ഉപാസന. എന്താണ് ഉപാസന? ധ്യാനത്തിൻ്റെ മറ്റൊരു പേരാണ് ഉപാസന. ധ്യാനം എന്ന് പറയുമ്പോൾ എല്ലാ രൂപവും വിട്ട് ഒരു സൂക്ഷ്മമായ നിശബ്ദതയിലേക്ക്, അങ്ങേയറ്റത്തെ ഒരു നിശബ്ദതയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ധ്യാനം സംഭവിക്കുന്നത്. അപ്പം ധ്യാനം എന്നുള്ളത് വളരെ 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 സൂക്ഷ്മമാണ്. ഒരു നിശബ്ദതയിലേക്ക് മനസ്സിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. അത് പറഞ്ഞാൽ മനസ്സിൽ പെട്ടെന്ന് പിടികിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം പിടികിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഉപാസന പരിശീലിക്കണം.
ഉപാസനയിലൂടെ കടന്നു പോകുമ്പോഴേ ഏത് കിട്ടുള്ളൂ? ധ്യാനമായി തീരുള്ളൂ. അത് ധ്യാനമായിക്കോളും കുറെ കഴിഞ്ഞാൽ. എപ്പോ നിങ്ങളുടെ മനസ്സൊരു നിശബ്ദതയിൽ ലയിച്ചു ചേരുന്നോ അന്ന് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? പറയൂ. ധ്യാനം സംഭവിക്കും. അതുകൊണ്ടാണ് കിഞ്ചിതപി ചിന്തയേതെന്ന് ധ്യാനത്തിൽ പറയുന്നത്. ധ്യാനത്തിൽ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനില്ല. അപ്പം പിന്നെ അവിടെ എന്താ ഉള്ളത്? ഒന്നും ചിന്തിക്കാനില്ലെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക? ഒരു നിശബ്ദത. പക്ഷെ ആ നിശബ്ദതയിൽ മനസ്സ് തുടക്കത്തിൽ പിടിച്ചു നിൽക്കില്ല. അതുകൊണ്ട് ധ്യാനം ആദ്യം തന്നെ ആരംഭിച്ചാൽ നിങ്ങൾക്ക് പിടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഒരു നല്ല CD വാങ്ങിച്ച് ഭഗവത്ഗീതയുടെയോ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജയചന്ദ്രൻജിയെ കൊണ്ട് ഗീതയുടെ 25 ശ്ലോകം ചൊല്ലിച്ചത്. എല്ലാവരുടെ വീട്ടിലും രാവിലെ ഒരു 5:30 മണി എന്നുണ്ടെങ്കിൽ എല്ലാവരും എണീറ്റ് അത്തരത്തിൽ നല്ലൊരു പോസിറ്റീവ് CD വെച്ച് ഒരു 10 മിനിറ്റ് നേരം നിവർന്നിരുന്ന് അതിലേക്ക് ലയിച്ചു ചേരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എല്ലാവരും അങ്ങനെ പരിശീലിക്കും ധ്യാനം. അപ്പോൾ ധ്യാനം പരിശീലിക്കുന്ന കൂട്ടത്തിൽ തുടക്കത്തിലൊരു ഉപാസനയിലൂടെ കടന്നുപോയാൽ മനസ്സിനെ എളുപ്പം ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു ശ്ലോകം പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിൽ 5-ാമത് ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ക്ലേശോദിഗതരസ്തേഷാം അവ്യക്താസക്തചേതസാം. നമുക്ക് വേണ്ടത് എന്താണ്? അതിന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം വേർ വി ആർ. അപ്പോൾ ഭഗവാൻ പറയാണ്, ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്ഭി. ഇപ്പോൾ നാം ഓരോരുത്തരും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ദേഹവദ്ഭി. ദേഹവദ്ഭി എന്ന വാക്കിനർത്ഥം മെൻ്റലി വീക്കാണ് നാം ഇപ്പോൾ. ഒരു ദേഹബോധത്തിൽ നിൽക്കുന്ന മനസ്സ് ദുർബലമായ മനസ്സാണ്. ഇപ്പം ദേഹബോധം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് വല്ലത് സംഭവിച്ചാൽ അത് നിങ്ങളെ മാനസികമായി തളർത്തും. നിങ്ങളുടെ കുടുംബത്തിന് വല്ലത് സംഭവിച്ചാൽ അത് നിങ്ങളെ മാനസികമായി അലട്ടും. ഉണ്ടോ ഇല്ലയോ? അപ്പം അങ്ങനെയുള്ളൊരു ദുർബല മനസ്സിൻ്റെ ഉടമകളായ നാം എങ്ങനെ വേണം ഉയരാൻ? അതിന് ഋഷീശ്വരന്മാർ കണ്ടെത്തിയൊരു മാർഗമാണ് ഉപാസന എന്ന ടെക്നിക്ക്. ഇപ്പം എന്താണ് ഈ ഉപാസന? ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഒരു രൂപത്തെ, ഏതെങ്കിലും ഒരു ഈശ്വരീയമായൊരു രൂപത്തെ, ഒരു ഗുരുവിൻ്റെ രൂപത്തെ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ രൂപത്തെ നോക്കി 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 ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നാം ഏത് രൂപത്തെ കാണുന്നുവോ അതിനെ ഒപ്പിയെടുത്ത് മനസ്സിൽ ഭാവന ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ മനസ്സിനുണ്ട്. ഇപ്പോൾ ഒരു പശുവിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കാൻ വരെ നമുക്ക് പറ്റും. ഉണ്ടോ? അപ്പം മനസ്സിന് അതിനെ ഒപ്പിയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ഋഷിമാർക്ക് മനസ്സിലായി, ഒരു രൂപം മുന്നിൽ വെച്ച് ആ രൂപത്തെ മനസ്സിൽ കൊണ്ടുവന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് നമ്മുടെ മനസ്സിനെ ആ രൂപത്തിൻ്റെ പാദത്തിലേക്ക് അർപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പരിശീലിക്കൂ. അപ്പോൾ ഉപാസന ചെയ്യുമ്പോൾ നാം മാനസികമായി ഒരു രൂപത്തെ എന്ത് ചെയ്യണം? കാണണം, മനസ്സിൽ ഉറപ്പിക്കണം, മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സർപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിനെ ക്രമേണ ക്രമേണ ശക്തിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതായത് നമ്മുടെ മനസ്സ് ഒറ്റയ്ക്കല്ലെന്നും അതിൻ്റെ കൂടെ ഒരു ഈശ്വരീയ ശക്തി ഉണ്ടെന്നുമുള്ളൊരു പരിശീലനം ആർക്കാവശ്യം? മനസ്സിന്. ഇതിനെയാണ് ഋഷീശ്വരന്മാർ സാലോക്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യം എന്ന് വിളിച്ചത്. എന്തൊക്കെയാണ്? സാലോക്യ, സാലോക്യം എന്ന് പറഞ്ഞാൽ കാണുക. സാരൂപ്യം, ആ രൂപം ഒപ്പിയെടുക്കണം. എന്നിട്ട് ആ രൂപം എവിടെ കാണണം? സാമീപ്യം, അതിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പറയണം, എൻ്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്. ഇങ്ങനെ പരിശീലിച്ചാൽ, നിരന്തര പരിശീലനം കൊണ്ട് നിങ്ങളുടെ മനസ്സിന് കുറച്ചൊരു ശക്തി കിട്ടാൻ തുടങ്ങും. ഉപാസനയിലൂടെ മനസ്സിൻ്റെ ശക്തി കൂട്ടാമെന്ന് കണ്ടവരാണ് മഹർഷിമാർ. അവരാണ് നമുക്ക്
ഈ രൂപങ്ങൾ തന്നത്. അതുകൊണ്ട് ഇത്തരം രൂപങ്ങളെ വിളിക്കുന്നത് സഗുണ ഉപാസന രൂപങ്ങൾ എന്നാണ്. സഗുണമൂർത്തികൾ എന്ന് പറയും. എന്താണ് സഗുണമൂർത്തികൾ? അപ്പം ഈ രൂപങ്ങൾ തന്നത് എന്തിനാ വെച്ചാൽ നമുക്കൊരു നോക്കൂ, ഇത് ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കൂ നിങ്ങളെ. നമ്മൾ നടക്കാൻ പരിശീലിക്കുന്ന കുട്ടികൾക്ക് പണ്ട് കാലത്തൊക്കെ മരം കൊണ്ടൊരു എന്തുണ്ടാക്കും, വണ്ടി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് പിടിച്ച് 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 കുട്ടികൾ നടക്കും. ഇന്നിപ്പോൾ കുട്ടികൾക്ക് സൈക്കിളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആണോ അല്ലയോ? ഇതുപോലെ ഇതൊരു സൈക്കിൾ പോലെയാണ്. അപ്പം നമ്മൾ തന്നെ പല കാര്യത്തിലുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം സ്പോർട്സിൽ തന്നെ ചില കാര്യങ്ങൾ, ഈ പോൾ വാൾട്ട് എന്നുള്ളൊരു കളിയുണ്ട്, ഒരു കുന്തം പിടിച്ചുകൊണ്ടൊരൊറ്റ ചാട്ടം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കാണാം കോണിയുടെ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, കോണിയൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലൊരു പിടിക്കാനൊരു, വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമില്ല, നല്ലൊരു സപ്പോർട്ടിരിക്കും. ഇതേപോലെയാണ് നമ്മുടെ സഗുണ രൂപങ്ങൾ. ഇതൊക്കെ വച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരിടത്ത് ഉറപ്പിക്കാനുള്ള എളുപ്പമായൊരു മാർഗമാണ്. ഇത് ശാസ്ത്രീയമല്ലേ? ആണോ അല്ലയോ? പക്ഷെ നമ്മൾ എന്ത് വിഡ്ഢിത്തം ചെയ്തു? നമ്മൾ ഒരു രൂപത്തിന് പകരം അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി കുറേ എണ്ണത്തിന്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ പൂജാമുറി നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട റോഡ് പോലെയാണ്. ഒരുപാട് മൂർത്തികൾ, കിട്ടാവുന്ന ഫോട്ടോ മുഴുവൻ വാങ്ങിച്ചു കൊണ്ടുവന്ന്, ചിലവർ നിൽക്കണു, ചിലവർ ഇരിക്കണു, ചിലർ കിടക്കണു, ചിലർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ആകെ ഒരു ട്രാഫിക് കൺജഷൻ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുക, ഇനിയിപ്പോൾ പരബ്രഹ്മത്തിനെ എവിടെയാണ് വെക്കേണ്ടതെന്ന്. അവസാനം പൂജാമുറിയിൽ നോക്കുമ്പോൾ ആകെ ഒരു ബഹളാണ്. ഓരോ വീട്ടിൽ പൂജാമുറി ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്നറിയോ? ചിലവർ കർപ്പൂരം കത്തിക്കും, അതിൻ്റെ ഇടയ്ക്ക് സുബ്രഹ്മണ്യന് കാണിക്കുന്നതിന് മുമ്പ് കെട്ടുപോയാൽ സുബ്രഹ്മണ്യ ചതിക്കല്ലേ, രണ്ടാമത് കത്തിച്ചോളാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇത്രയധികം രൂപങ്ങളൊന്നും വെക്കേണ്ട കാര്യമില്ല. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പാലക്കാട് ഗംഭീരമായൊരു ചർച്ച നടന്നിട്ടുണ്ട്. പണ്ട് ഈ രാജ്യത്തിൽ, പാലക്കാട് രാജ്യത്തിൽ ഗംഭീരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു പറയിപ്പറ്റ പന്തിരുകുലം. അതിലൊരു മഹാനായിരുന്നു, വലിയ ഗംഭീരനായിരുന്നു പാക്കനാരും. അതുപോലൊരു മഹാനായിരുന്നു അഗ്നിഹോത്രി. ഈ പാക്കനാരൊരിക്കൽ അഗ്നിഹോത്രി, ഇവർ 12 മക്കളെ പെറ്റൊരമ്മേ, നിന്നിൽ ആരാണോ ഭ്രാന്തൻ, ഞാനാണോ ഭ്രാന്തൻ എന്ന് പറഞ്ഞ പോലെ ഈ 12 പേരിൽ ഒരാൾ പാക്കനാരും ഒരാൾ അഗ്നിഹോത്രി. ഒരു ദിവസം പാക്കനാര്, അപ്പോൾ ആ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് ഈ പാക്കനാരെന്ന് പറഞ്ഞാൽ മുറം, അതുപോലെ പണ്ട് കാലത്ത് ഈ ചോറൊക്കെ ഊറ്റിയെടുക്കാനുള്ള കയ്യലുകൾ, കൊട്ടകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ നെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആളായിരുന്നു പാക്കനാരും. അഗ്നിഹോത്രി വലിയ ബ്രാഹ്മണനുമായിരുന്നു. അപ്പം ഇവരൊക്കെ അച്ഛൻ്റെ ശ്രാദ്ധത്തിന് ഒന്നിച്ചു കൂടും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പാക്കനാർ അച്ഛനെ കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് ഈ അഗ്നിഹോത്രിയുടെ അസിസ്റ്റൻ്റ് പാക്കനാർ മുറ്റത്ത് നിൽക്കുകയാണ്. കാരണം പണ്ട് കാലത്ത് വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പാടില്ല, ബ്രാഹ്മണനാണല്ലോ. അപ്പോൾ ഈ അഗ്നിഹോത്രിയുടെ അസിസ്റ്റൻ്റ് പറഞ്ഞു, പാക്കനാരെ കുറച്ച് കൂടി കാത്തിരിക്കൂ, ആള് വിഷ്ണു പൂജയിൽ മുഴുകിയിരിക്കുകയാണ്. പാക്കനാര് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ല എനിക്ക് അഗ്നിഹോത്രി അദ്ദേഹത്തിനെ കാണണം, ഒരു 10 മിനിറ്റ് കൂടെ കാത്തിരിക്കൂ, ആളിപ്പോൾ സുബ്രഹ്മണ്യൻ്റെ പൂജയിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും അകത്തു നിന്നുള്ള ആൾ വിളിച്ചു പറയും, അയ്യപ്പൻ്റെ പൂജയിൽ മുഴുകിയിരിക്കുകയാണ്, ദേവിയുടെ പൂജയിൽ മുഴുകിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പാക്കനാർക്കൊരു വിദ്യ തോന്നി. അവിടെ നാളികേരം പൊളിക്കാൻ കൊണ്ടുവച്ച, ഈ നിലത്ത് നാളികേരം പൊളിക്കാൻ വേണ്ടിയിട്ടൊരു പാര കുഴിച്ചിടുമല്ലോ, ഇതവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പാക്കനാർ ഈ പാര കഷ്ണം എടുത്ത് മുറ്റത്ത് കുറേ കുഴികൾ കുഴിച്ചു വെച്ചു. കേട്ടിട്ടുണ്ടോ ഈ കഥ? കുറേ കുഴികൾ കുഴിച്ചു വെച്ചു. പാക്കനാരുടെ ഈ അഭ്യാസം എന്താണെന്നുള്ള ആർക്കും മനസ്സിലായില്ല. അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്ക് ഇങ്ങനെ കലി വരുന്നുണ്ട്, മുറ്റമൊക്കെ നല്ല മുറ്റാണ്, കുത്തി പൊളിക്കുന്നതേ. പക്ഷേ പാക്കനാരതൊന്നും ശ്രദ്ധിച്ചില്ല. അഗ്നിഹോത്രി പൂജയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് നോക്കുമ്പോണ്ട് ഈശ്വര കുഴികളോട് കുഴികൾ, കുഴികളോട് കുഴികൾ, കുഴികളോട് കുഴി. ചോദിച്ചു, എന്താ പാക്കനാരെ ഇങ്ങനെയൊക്കെ ചെയ്യണത് ചോദിച്ചു. ഉടനെ പാക്കനാർ പറഞ്ഞു, അനവധി കുഴിക്കുന്നതിന് പകരം
ഒന്നേ കുഴിച്ചുള്ളൂ എന്ന് വെച്ചാൽ എപ്പോഴോ വെള്ളം കിട്ടുമായിരുന്നു എന്ന് ചെറിയ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? അനവധി കുഴിക്കുന്നതിന് പകരം ഒന്നേ കുഴിച്ചിട്ടുള്ളൂ എങ്കിൽ എപ്പോഴോ വെള്ളം കിട്ടുമായിരുന്നു എന്ന്. അഗ്നിഹോത്രിക്ക് കാര്യം മനസ്സിലായി. അനവധി രൂപങ്ങളെ പിടിക്കുന്നതിന് പകരം ഒന്നിനെ പിടിച്ചിരുന്നെങ്കിൽ മാനസികമായി ഉയരാമായിരുന്നു എന്നാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് നമുക്കൊക്കെ വിഡ്ഢിത്തം പറ്റിയത്. നമ്മൾ വിചാരിച്ചു ശനിയാഴ്ചത്തെ പ്രശ്നം അയ്യപ്പൻ തീർക്കും, വെള്ളിയാഴ്ചത്തെ പ്രശ്നം ദേവി തീർക്കും, വ്യാഴാഴ്ചത്തെ പ്രശ്നം വിഷ്ണു തീർക്കും, ഗുരുവായൂരപ്പൻ തീർക്കും, ബുധനാഴ്ചത്തെ പ്രശ്നം ഹനുമാൻ തീർക്കും, ചൊവ്വാഴ്ചത്തെ പ്രശ്നം 2 ദിവസം ദേവിക്ക് കൊടുത്തിട്ടുണ്ട്, ചൊവ്വയും വെള്ളിയും. കാരണം സ്ത്രീകളാണല്ലോ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടായിരിക്കാം. ആണുങ്ങൾ അത്ര ഉണ്ടാക്കുന്നില്ലേ സംശയം. എന്തായാലും റിസർവേഷൻ കൂടുതൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചൊവ്വാഴ്ചത്തെ പ്രശ്നം ദേവി തീർക്കും, തിങ്കളാഴ്ചത്തെ പ്രശ്നം ശിവനും തീർക്കും. ഈ രീതിയിലുള്ള ഒരു അന്ധഭക്തിയിലേക്ക് നമ്മൾ വീണുപോയി. അപ്പം അതിന് പകരം എന്ത് വേണം? ഏതെങ്കിലും ഒന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാമി ഒരു പ്രശ്നം, ഞാനിപ്പോൾ ഗുരുവായൂരപ്പനെ ഉറപ്പിച്ചാൽ ശിവൻ്റെ അമ്പലത്തിൽ എങ്ങനെ പോവും? കാരണം അവിടെ ചെല്ലുമ്പോൾ ഒക്കെ മാറില്ലേ. ചിലവർക്കാണെങ്കിൽ ഏത് രൂപം വെച്ചിട്ടും കാര്യമില്ല. ഒരിക്കലൊരമ്മ ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂവിൽ നിൽക്കുക തൊഴാൻ വേണ്ടിയിട്ട്. നാരായണ 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 എന്ന് പറയും. ഇടയ്ക്ക് ഛേ എന്ന് പറഞ്ഞാൽ സ്വന്തം മുഖത്തൊരടി. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തല്ല, സ്വന്തം ആളുടെ മുഖത്ത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിച്ചു, കാരണം ഗുരുവായൂർ അമ്പലത്തിൽ മിക്കവാറും നിങ്ങൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഇടിയും കുത്തും ആയുർവേദ ഒഴിച്ചിലിന് പോകേണ്ട കാര്യമില്ല. ഒരുവിധം രോഗങ്ങളൊക്കെ അവിടുത്തെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ തീരും. മുട്ടുവേദന എന്തായാലും തീരും. മനസ്സിലായില്ലേ? ഏതായാലും ഇങ്ങനെയൊക്കെ എങ്ങനെ ഇടിയ കുത്തൊക്കെയാണ് പറഞ്ഞു, അമ്മയെ ക്ഷമിക്കണം കേട്ടോ, നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇടിയും കുത്തൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യല്ല. ഹേയ് അതിനൊന്നല്ല ഞാൻ എൻ്റെ മുഖത്തടിച്ചത്. പിന്നെ എന്തിനാവോ അമ്മ ഇങ്ങനെ മുഖത്തടിച്ചത്? ഞാനുണ്ടല്ലോ ഗുരുവായൂരപ്പനെ ഇങ്ങോട്ട് മനസ്സിൽ കാണാൻ വിചാരിക്കുമ്പോൾ. അപ്പം അവരതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലേക്ക് അവർ ഗുരുവായൂരപ്പനെ കാണാൻ ശ്രമിക്കുമ്പോൾ അപ്പം എന്തുണ്ടായി അമ്മേ? ഗുരുവായൂരപ്പൻ അങ്ങോട്ട് ആദ്യം തെളിഞ്ഞു വരും അത്രേ, പിന്നെ അങ്ങോട്ട് മിന്നി മറയും. പിന്നെ ഗുരുവായൂരപ്പനായിട്ട് വരുന്നത് പണ്ട് മഹാഭാരതം സീരിയലിൽ കൃഷ്ണനായി വന്നില്ലേ, നിതീഷ് ഭരദ്വാജ്, അയാളാണത്രേ വരുന്നത്. അപ്പം ഇത് കേട്ടപ്പോൾ മറ്റാൾ പറഞ്ഞു, അങ്ങനെയെങ്കിലും വരുന്നുണ്ടല്ലോ, എനിക്കതും വരുന്നില്ല, എനിക്ക് നെയ്പായസത്തിൻ്റെ വാസനയാണ് വരുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ചിലപ്പം ഗുരുവായൂരൊക്കെ ആകുമ്പോണ്ടല്ലോ നല്ല പാൽപ്പായസത്തിൻ്റെ വാസനയും നെയ്പായസത്തിൻ്റെ വാസനയൊക്കെ വരുമ്പം ഏതെങ്കിലും രൂപം വരുമോ മനസ്സിൽ? അതുകൊണ്ട് അമ്മ അത്രയെങ്കിലും ഭാഗ്യവതിയാണ്. അപ്പം അമ്മ പറഞ്ഞു, അതല്ലേ എൻ്റെ പ്രശ്നം എന്ന്. പിന്നെ എന്താ പ്രശ്നം? ആ ഗുരുവായൂരപ്പനെങ്കിൽ അത് മതി. നാരായണ നാരായണ എന്ന് വിളിക്കുമ്പോൾ ആ രൂപവും മറിയത്രേ. എന്നിട്ട് അതേ നിതീഷ് ഭരദ്വാജ് വരത്രേ കോൾഗേറ്റ് ബ്രഷും പേസ്റ്റും പിടിച്ചിട്ട്. അതാണ് ഇച്ഛയെന്ന് പറഞ്ഞാൽ അടിക്കുന്നത്. അത് പോക്കുകയാണ് മനസ്സിൽ. ഇപ്പോൾ കണ്ണിൽ കണ്ട സീരിയലൊക്കെ കണ്ട് നിങ്ങൾ അയ്യപ്പനെ കാണാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടപ്പക്രു അയ്യപ്പനാ വരുന്നത്. അതേപോലെ ഓരോരോ രൂപങ്ങൾ, കാരണം സീരിയലിലെ കൃഷ്ണനും രാമനല്ലേ വരുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്നത്. ഏതായാലും ഏതെങ്കിലും ഒരു വിധത്തിൽ, അതാണ് ഭാഗവതത്തിൽ പറയുന്നത്, കേനപ്രകാരേണ മനകൃഷ്ണേ നിവേശയൽ. 7ാമത്തെ സ്കന്ധത്തിൽ 1ാമത്തെ അധ്യായത്തിൽ നാരദ മഹർഷി ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 42 43 ശ്ലോകമായിരിക്കണം. കേനപ്രകാരേണ മനകൃഷ്ണേ നിവേശയൽ. ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ മനസ്സിനെ ആരിൽ കൊണ്ടുവരണം? ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് പാദത്തിൽ മനസ്സ് ഉറപ്പിക്കുമ്പോൾ നാം പറയണം, ദാസോഹം തവ കേശവ. എന്താണ്? ഞാൻ അവിടുത്തെ ദാസനാണ്. എൻ്റെ കൂടെ ആരുണ്ട്? ഇതിങ്ങനെ നിരന്തരം പരിശീലിക്കുമ്പോഴല്ലോ നമ്മുടെ മനസ്സിനൊരു ധൈര്യം വരും. നോക്കൂ, ഇന്ന് പല പ്രശ്നങ്ങളെയും നമുക്ക് അതിവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ മാനസികമായി ദുർബലരാവുകയാണ്. നമ്മൾ ദുർബലരാകുമ്പോഴേ വേറൊരാൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഒരാൾ റോട്ടിലൂടെ നടന്നു വരുമ്പോൾ, ഇന്നിപ്പോൾ തോക്കുകളുടെയൊക്കെ കാലല്ലേ, ഒരാൾ 2-3 ആൾക്കാർ തോക്ക് പിടിച്ചിട്ട് ഇയാളുടെ മുന്നിലെത്തിയിട്ട് എടുക്കടാ പേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പേടിച്ച് പാവം മുട്ടുവരച്ചിങ്ങനെ നിൽക്കുകയാണ്. അവരോട് പറഞ്ഞു എടുത്തോളൂ എന്ന് പറയാനുള്ള ധൈര്യം പോലും വാക്കുകളിലില്ല. അവസാനം അവർ പേഴ്സൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത്
40 രൂപ, 2 നോട്ട്. അവർ പറഞ്ഞു, വൃത്തികെട്ട മനുഷ്യൻ 20 നോട്ടും കൊണ്ട് നടക്കണോ? പോക്കറ്റിലിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ദരിദ്രവാസി നീ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വിട്ടപ്പോൾ അവൻ പറയണ, ഈ 40 രൂപയ്ക്ക് അപ്പം നിങ്ങൾ എൻ്റെ നേരെ കത്തിയും തോക്കും കാണിച്ചത്? ഞാൻ വിചാരിച്ചു എൻ്റെ സോക്സിൻ്റെ അടിയിൽ കിടക്കുന്ന 5000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ പേടി കൊണ്ട് അത് വന്നുപോയി നാവിൽ. അയാളുടെ സോക്സിൻ്റെ ഉള്ളിൽ 5000ൻ്റെ നോട്ടാണ് കിടക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ ദുർബലരായാൽ മറ്റൊരാൾക്ക് നമ്മളെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കും. വാസ്തവത്തിൽ ഒരുവിധം അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം സമൂഹം മോശമായിട്ടല്ല, സമൂഹത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത് കൊണ്ടാണ്. എവിടെ നിങ്ങൾ കീഴ്പ്പെടുന്നില്ലയോ അവിടെ ഒരാൾക്കും നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ ധൈര്യം? ഞാനിത് പറയുന്നത്, എനിക്കൊരു പെൺകുട്ടി, അവൾ ഗുജറാത്തിയാണ്. സോ ഐ നോ ദെയർ ഫാമിലി. അവൾ ഇമെയിൽ അയച്ചത്, അവർ ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ്, MBAക്ക് പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഒരു ദിവസം അവർക്കൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് വന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്, കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ പുറത്ത്. രാത്രി അമേരിക്കയിൽ നിന്നൊക്കെ പ്രൊഫസർമാർ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ ആ ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ 2 കറുത്ത വർഗ്ഗക്കാർ, ഈ മറ്റേ ഇവരുണ്ടല്ലോ കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ കറമ്പന്മാർ, ഈ ആഫ്രിക്കക്കാർ. അപ്പോൾ ഈ പിള്ളേരാണെങ്കിൽ ഡ്രഗ്സും ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കണ്ണ് കണ്ടാൽ തന്നെ അറിയാം. അവളാണെങ്കിൽ ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. അവളെ പിടിച്ച് അവർ വണ്ടിയിലിട്ട് കൊണ്ടുപോയ ഒരു മനുഷ്യൻ അറിയില്ല. പുറകിൽ കുട്ടികൾ വരുന്നുണ്ട്, പക്ഷേ അവർ കണ്ടുകൊള്ളണമെന്നില്ല. ഈ കുട്ടി ചെറുപ്പകാലത്തിലെ അച്ഛനമ്മമാർ നല്ലൊരു ആത്മീയ സംസ്കാരമുള്ളൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്. ഈ കുട്ടി അച്ഛനും അമ്മയ്ക്കും ഈ ഗുജറാത്തിൽ, നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഗുജറാത്തികളും കൂടുതൽ ഭാഗവതം അറിയുന്നവരാണ്. കേരളത്തെപ്പോലെ തന്നെ ഭാഗവതം കൂടുതൽ പ്രചരിക്കുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾ ഈ സംസ്കാർ ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ മഹാന്മാരെ, രമേശ് ഭായ് ഓജ, അതേപോലെ തന്നെ കിരിയത് ഭായ്, അതുപോലെ മഹാന്മാർ കുറേ ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ഉഷാറായിട്ട് ഭാഗവതം പറയുന്ന ആൾക്കാർ. അപ്പോൾ ഗുജറാത്തിയിൽ ആശറാം ബാപ്പു, നിങ്ങൾ കണ്ടിട്ടപ്പോൾ അടുത്ത വിവാദത്തിലൊക്കെ പെട്ടുപോയ ആൾ ആശറാം ബാപ്പു, അതേപോലെ തന്നെ അനവധി മഹാത്മാർ, പേരെടുത്ത് പറയേണ്ട, നമ്മുടെ പണ്ഡിറ്റ് ഗോപാലൻ നായർ, പാലക്കാടുണ്ടായിരുന്ന, കൊല്ലങ്കോടുണ്ടായിരുന്ന പണ്ഡിറ്റ് ഗോപാലൻ നായർ, അദ്ദേഹമാണ് ഭാഗവതത്തിന് 8 വോള്യങ്ങളുള്ള കമൻട്രി എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഭാഗവതത്തിനൊരു കമൻട്രി, ഏറ്റവും ഓൾഡസ്റ്റ് കമൻട്രി ഗുജറാത്തിലാണ് എഴുതിയപ്പെട്ടുള്ളത്. അപ്പോൾ അവിടെയും ഒരു മഹാനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കമൻട്രി ഇത്ര അധികമില്ല, എന്നാലും അദ്ദേഹം കുറേ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഭാഗവത്തെ. പറഞ്ഞു വരുന്നത്, ഈ അച്ഛനും അമ്മയും കുട്ടിയെ വളരെ ആത്മീയ സംസ്കാരത്തിലാണ് വളർത്തിയത്. അവരൊക്കെ ശ്രീകൃഷ്ണ ഒരു വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്നവർ. ഈ ഭാഗവതത്തിന് ഉത്തരേന്ത്യയിലെ പ്രത്യേകം വെച്ചാൽ അതൊരു വൈഷ്ണവ സമ്പ്രദായത്തിൽ ഫോളോ ചെയ്യുന്നവർ. അവർ ഭഗവാൻ കൃഷ്ണനെയാണ് ഉപാസകം മൂർത്തിയായിട്ട് എടുക്കുക. അങ്ങനെ വളർന്ന ഈ കുട്ടി, ഇവൾ അതിൽ നടന്നു വരുമ്പോഴാണ് ഈ കശ്മലന്മാരവിടെ നിൽക്കുന്നത്. ഇവളാ മന്ത്രജപവും എല്ലാം അതൊക്കെ മനസ്സിലുറപ്പിച്ച് അവൾ അവരുടെ കണ്ണിലേക്കൊന്ന് നോക്കി അവൾ പോന്നു. അവളെ ഒന്നും ചെയ്തില്ല അവർ. പക്ഷെ പിറ്റേ ദിവസം ഇവൾ അറിയുന്നത്, യൂണിവേഴ്സിറ്റി കോളേജിൽ അറിയുന്നത്, ഇവരുടെ ജൂനിയർ ബാച്ചിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ അവർ പിടിച്ചു കൊണ്ടുപോയി. അവളുടെ ബോഡിയാണ് കിട്ടുന്നത്, റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു അവളെ. കടൽ തീരത്താണ് ബോഡി കിട്ടുന്നത്. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു. കാരണം ഡ്രഗ്സിൽ എങ്ങോട്ട് പോകാൻ പറ്റും, മദ്യം കഴിച്ചിട്ട് ലഹരിയിലിരിക്കുന്നവരെ. അവരെ അറസ്റ്റ് ചെയ്ത് ഈ പെൺകുട്ടി ഈ കാര്യം പ്രിൻസിപ്പാളോട് പറഞ്ഞതും അവരെ തിരിച്ചറിയാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ പോലീസ് ഓഫീസർ ഇവളെ മുൻനിർത്തിക്കൊണ്ട് ഇവരോട് ചോദിച്ച ചോദ്യം, ഇവളും ഇതിലൂടെ പാസ് ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇവൾ പാസ് ചെയ്തിരുന്നു, പക്ഷേ ഇവൾ ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം ആ സമയത്ത് ഇവളുടെ കൂടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു എന്ന് ഒരു പക്ഷേ ഇവളുടെ നിഴലായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്, വെളിച്ചം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രീറ്റ് ലൈറ്റും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു സന്ധ്യാസമയം. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് തോന്നിയിട്ടുള്ളത് ആ നിഴലിനെ പക്ഷെ ആ നിഴലിനെ ഒരാളായി തോന്നാനുള്ള ഒരു ചിന്ത. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് നെഗറ്റീവാകുമ്പോൾ, അതാണ് ഇത്ര ഈവൻ മൃഗങ്ങൾ പോലും നമ്മളെ ആക്രമിക്കുന്നത്. ചെറിയ കുഞ്ഞു വാവകൾ, ഞാൻ പറയുന്നത് ഒരു 6 മാസം 7 മാസം 1 വയസ്സ്,
അതിൻ്റെ അടുത്തുകൂടെ ഘോര സർപ്പം പോയാലും ആ കുട്ടിയെ തൊടില്ല. ആ കുട്ടിയെ തൊടില്ല. അതിൻ്റെ മേലെ കൂടെ എഴുന്നു വരും. കുട്ടി ഒരു പക്ഷേ പാമ്പുമായി കളിച്ചു എന്ന് വരും, കുട്ടിയെ കൊത്തില്ല. അതിന് പേടി വന്നാലേ ഉള്ളൂ. കാരണം കുട്ടിയുടെ മനസ്സിൽ അല്പം പോലും പേടിയില്ല. അപ്പോൾ നോക്കൂ, നമ്മളെ ആക്രമിക്കാൻ അതിനെ പ്രേരിപ്പിക്കുന്നത് മനസ്സിൻ്റെ ഭയമാണ്. നമ്മൾ ദുർബലരാണെന്ന് ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ മാനസികമായി തളർന്നു. അത് മറ്റൊരാൾക്ക് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു പ്രേരണ കൊടുത്തു. വളരെ ശ്രദ്ധിക്കണേ, ആരും പഠിപ്പിക്കാത്തൊരു വിഷയമാണ് മനസ്സിനെക്കുറിച്ച്. വാസ്തവത്തിൽ നമ്മൾ ഇടപഴകുന്നത് ശരീരം കൊണ്ടല്ല. നിങ്ങൾ ഇടപഴകുന്നതൊക്കെ പറയൂ മനസ്സുകൊണ്ടാണ്. നമുക്ക് ആ മനസ്സിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായില്ലേ? സ്നേഹം ഒരാൾ കാണിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ സ്നേഹമാണോ എന്ന് നമ്മളാരും അറിയുന്നില്ല. നമ്മളതിൽ വീണു പോകുന്നു. പിന്നെയാണ് ആ വഞ്ചന അറിയുന്നത്, ആണോ? എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് കൂടുതൽ കൂടുതൽ ഒരു ഉപാസനാ സംസ്കാരം, ധ്യാന സംസ്കാരമുണ്ടെങ്കിൽ വഞ്ചനകളെ തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ ഏറ്റവും നല്ല കഥ കൃഷ്ണനും പൂതനയും തമ്മിലുള്ള കഥയാണ്. ഒരു വഞ്ചന മനസ്സുമായിട്ടാണ് പൂതന കടന്നു വരുന്നത് കൃഷ്ണൻ്റെ അടുത്തേക്ക്. മുലയിൽ വിഷം പുരട്ടി അമ്മയുടെ ഭാവത്തിൽ കടന്നു വന്ന് കൃഷ്ണനെ മടിയിലിരുത്തി അമ്മ മുലയൂട്ടുന്ന പോലെ പാലൂട്ടുന്ന സമയത്ത് കൃഷ്ണനറിയാം അല്പം പോലും സ്നേഹമല്ല, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ എന്താണ്? വഞ്ചനയാണ്, ചതിയാണെന്നുള്ളത്. ഇത് അറിയുന്ന കൃഷ്ണൻ നേരത്തെ തന്നെ ഭാഗവത്തിൽ പറയുന്നത് ചരാചരാത്മാ നിമീലിതക്ഷണ എന്നാണ്. കണ്ണുകൾ അടച്ചു എന്നാണ്. ഈ കണ്ണുകൾ അടയ്ക്കാനാണ് നമുക്കറിയാത്തത്. കണ്ണുകൾ അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന സ്വഭാവത്തിൻ്റെ പിന്നിൽ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞ കൃഷ്ണൻ അവളുടെ അഭിനയത്തെ കാണാൻ മനസ്സിലായില്ല. അതായത് ഒരു അഭിനയം കാണിച്ച് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിനി എങ്ങനെയാണ് പറഞ്ഞു തരിക? പഴംപൊരി പോലെ എന്ന് പറയണം. പഴംപൊരി കാണുന്ന സമയത്ത് പുറമേയുള്ളത് ഉള്ളിലുള്ള പഴം എങ്ങനെയാണ് നമുക്കറിയില്ല. എനിക്കിത് പറയുമ്പോൾ പാവം നമ്മുടെ മൻമോഹൻ സിംഗിനെയാണ് ഓർമ്മ വരിക, പ്രധാനമന്ത്രി. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വന്നു പണ്ട്. ഇപ്പോഴും അദ്ദേഹം കേരളത്തിലിരിക്കുന്നുണ്ട്. കേരളത്തിൽ വന്നപ്പോൾ പാലക്കാടാണ് അദ്ദേഹം ക്യാമ്പ് ചെയ്തത്. ഇപ്പോൾ രാവിലെ തന്നെ, അന്ന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വർക്കില്ല, പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് ഇലക്ഷൻ ക്യാമ്പയിൻ പോകുന്നത്. പാലക്കാട് ഇതുവരെ വന്നിട്ടില്ലല്ലോ അദ്ദേഹം. എന്നാൽ പിന്നെ എറണാകുളം നല്ലത്. നുണ പറയുമ്പോഴും എന്തെങ്കിലും ഒരു സത്യം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എറണാകുളത്ത് വന്നു. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ സമയത്ത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ കേരളത്തിലെ കുക്ക് വിളിച്ചിട്ട് പറഞ്ഞു സാബ് ആയി എന്ന്. അദ്ദേഹത്തിനെ കൊണ്ടുവന്നു. വീട്ടിൽ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡൈനിങ് ഹാളിൽ ടേബിളിൽ നോക്കുമ്പോണ്ട് ഒരു ഇലക്കഷ്ണം വെച്ചിട്ട് ക്യാ ഹേ എന്ന് വെച്ചു. ബനാന പത്താ ഹേ, വാഴയുടെ ഇലയാണെന്ന്. ക്യോ ബനാന പത്താ ഹേ? ഹം കേരള വാല ഉസ്മേ ഖാത്താ ഹേ. കേരളക്കാർ പ്ലേറ്റിൽ കഴിക്കില്ല, ഇലയിലേ കഴിക്കുള്ളൂ പറഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ടാണ് ഇലയെ കഴിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോൾ കൊണ്ടു കൊടുത്തത് എന്താ വെച്ചാൽ പുഴുങ്ങിയ പഴം, അതിങ്ങനെ തോലോടുകൂടി കറുത്ത നിറത്തിൽ. ഈ പാലക്കാട് പഴം പുഴുങ്ങിയാൽ അതിൽ ശർക്കരയും കൊണ്ടിടും, അതൊന്നുകൂടി കറപ്പിക്കും. ഇദ്ദേഹം ആ പുഴുങ്ങിയ പഴം കണ്ടിട്ട് ചോദിച്ചു ക്യാ ഹോ ഗയാ ഉസ്കോ എന്ന്. കാരണം നല്ല ധീരമായ പഴമൊക്കെ കൂടി ചുക്കി ചുരുങ്ങി ഒരു 100 വയസ്സുള്ള ആളെ പോലെ അതിനെന്ത് പറ്റിയെന്ന് പറഞ്ഞു. ബോയിൽഡ് ബനാന ഹേ, പുഴുങ്ങിയ പഴമാണെന്ന്. കേരള വാല ഐസ ഖാത്താ ഹേ. ഇങ്ങനെയാണ് കഴിക്കുക. പാവം അദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല. കത്തിയും കോർക്കും ആയുധങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം വലിയ യുദ്ധമൊക്കെ ചെയ്ത് തോല കഴിക്കുന്നത് നെയ് ഖാനാണ്, അന്തർക്ക ഖാനാണ്. അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞൊരു വീണ്ടും അദ്ദേഹം കയ്യൊക്കെ കഴുകിയൊരു 10 മണിയാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സാബ്. അപ്പോൾ അദ്ദേഹം നോക്കി ബനാന പത്താ ഹേ. വീണ്ടും അദ്ദേഹത്തെ പിടിച്ചിരുത്തി നോക്കുമ്പോൾ വലിയൊരു സാധനം കൊണ്ട് വെച്ചിട്ട് ക്യാ ഹേ, ബനാന ഭജി ഹേ, പഴംപൊരിയാണ്. അപ്പം നോക്കുക, ഫുൾ ബനാന അങ്ങനെ തന്നെ മുക്കിയെടുത്തിരിക്കുകയാണ് മാവിൽ. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു കൈസേ അന്തർഗയാന്ന്. ഈ പഴംപൊരി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അത് മനസ്സിലാക്കണില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്. അതുമൊക്കെ കൂടി കുത്തി കൊളിച്ചൊക്കെ കൂടി കഴിച്ച്
ഒരു ഉച്ചയാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം നോക്കുമ്പം അഭി ബടാ ബനാന പത്തായ ഏ ക്യാ ഹേ അഭി തോ ഖാനാ കാ ടൈം എന്നാണ്. ചോറ് വിളമ്പി, പിന്നെ വിളമ്പിയത് എരിശ്ശേരി, അത് കായ, ഉപ്പേരി കായ, കൊണ്ടാട്ടം കായ, വറുത്തപ്പേരി ശർക്കരപ്പേരി ഒക്കെ കായ, മോരൊഴിച്ചൊക്കെ കായ. അവസാനം പായസം കൂടി കൊണ്ടുവച്ചപ്പോൾ ഏ ക്യാ ഹേ കീർ ഹേ, പായസമാണ്. ഓ ക്യാ ബനാന, ഓ ബി ബനാന ഹേ. അദ്ദേഹം വിചാരിച്ചു, ഈശ്വര ഈ കേരളത്തിൽ ബനാന മാത്രമേ കിട്ടൂ, എല്ലാം ബനാന ബനാന ബനാന. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇദ്ദേഹം സങ്കടത്തോടു കൂടി നോക്കി, അപ്പോഴും ഉണ്ട് ബനാന പത്ത. ഏ ക്യാ ഹേ അബീന്ന് പറഞ്ഞു, ബനാന ചിപ്സ് ഹേന്ന്. ഇതൊക്കെ കൂടി കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, രാത് കോ അംകോ ബനാന നെയ് ചായേന്ന്. രാവിലെ മുതൽ നിങ്ങൾ എന്നെ തീറ്റിച്ചേ അടങ്ങുള്ളൂ അല്ലേ, ബനാന 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 ബനാന. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഇത്ര എനിക്ക് ബനാന തരുന്നത്? അപ്പോൾ പറഞ്ഞു, സാബ് അങ്ങിങ്ങനെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഹിന്ദി പ്രസംഗം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അവരിങ്ങനെയാ പറയാ, ഹംകോ ഇതറേക്ക് ബ്രിഡ്ജ് ബനാന ചായേ, റോഡ് ബനാന ചായേ, റെയിൽവേ സ്റ്റേഷൻ ബനാന ചായേ. ഈ ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിക്കണം എന്നാണ് അർത്ഥം. അപ്പം ഞങ്ങൾ എന്ത് മനസ്സിലാക്കി വെച്ചാൽ, ആപ്കോ ബനാന പസന്ത് അച്ഛാ ഹോത്താ ഹൈ ഇസ്ലിയേ ബനാന ദിയാ. അദ്ദേഹം വിചാരിച്ചു, അന്ന് പ്രതിജ്ഞ ചെയ്യുന്നു, ഇനി മേലാൽ കേരളത്തിൽ വന്നിട്ട് ബനാന എന്നൊരു വാക്ക് പറയില്ല. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അവസ്ഥയെങ്കിൽ ഇനി എങ്ങനെ കിട്ടും, എന്തൊക്കെയാണ് സംഭവിക്കാതറിയും. ഇതേപോലെ നമ്മുടെ മനസ്സ്, ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, അത് ഉള്ളിലുള്ളതിനെ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല, പുറമേ കാണുന്നതിലേക്ക് ആകർഷിച്ചു പോവുക. അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ധ്യാന ഉപാസന സംസ്കാരങ്ങൾ ഇല്ല.